തൃശൂർ തൃക്കൂരിൽ നെല്ലിച്ചോട് ജിംനേഷ്യത്തിന് മുന്നിൽ യുവാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ രണ്ടാം പ്രതി അറസ്റ്റിലായി. മറ്റത്തൂർക്കുന്ന് സ്വദേശി ജിസ്മി തെരേസ് ജോഷിയെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒന്നാം പ്രതിയായ പോട്ട പനമ്പിള്ളി നഗർ സ്വദേശി സിറിൽ എന്നയാളെ പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ പിടികൂടിയിരുന്നു. മർത്താക്കർ സ്വദേശി ഡീനസ് ഡേവിസിനാണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നത്. ഡീനസിന്റെ ഭാര്യയായ ജിസ്മിയും ഒന്നാം പ്രതി സിറിലും ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ഡീനസിനെ കൊലപ്പെടുത്താൻ ആസൂത്രണം ചെയ്യുകയായിരുന്നു. മെയ് 8-ാം തീയതി രാത്രിയിൽ തൃക്കൂർ നെല്ലിച്ചോട്ടിലെ ജിമ്മിന് മുന്നിൽ വർക്കൗട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഡീനസിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഡൽഹിയിൽ ശൗചാലയ ടാങ്ക് വൃത്തിയാക്കാനിറങ്ങിയ 3 പേർ വിഷവാതകം ശ്വസിച്ച് മരിച്ചു. മുൻകൈയിലെ വ്യവസായ സ്ഥാപനത്തിലെ ശുചീകരണ ജോലിക്കിടെയാണ് അപകടം. സുൽത്താൻപുരി സ്വദേശികളായ അരുൺ, സന്ദീപ് ചന്ദ് എന്നിവരാണ് മരിച്ചത്. ഫാക്ടറിയിലെ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കാനായി ആദ്യത്തെ ശുചീകരണ തൊഴിലാളി ഇറങ്ങി. ടാങ്കിലെ വിഷവാതകം ശ്വസിച്ച് ഇയാൾ ബോധരഹിതനായി. ഇയാളെ രക്ഷിക്കാനാണ് മറ്റ് 2 തൊഴിലാളികൾ ടാങ്കിലിറങ്ങിയത്. അവരും കുഴഞ്ഞു വീണതോടെ ഡൽഹി അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. കനത്ത ഗതാഗത കുരുക്ക് കാരണം അഗ്നിരക്ഷാസേനയ്ക്ക് സ്ഥലത്തെത്താൻ സാധിച്ചില്ല. രക്ഷാപ്രവർത്തനം വൈകി. പിന്നീട് എതിർദിശയിലുള്ള സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു വാഹനം അയച്ച് അഗ്നിശമന സേനാംഗങ്ങൾ 3 ടാങ്കിൽ നിന്ന് പുറത്തെടുത്തുവെങ്കിലും അപ്പോഴേക്കും 3 പേരും മരിച്ചിരുന്നു. ഈ വിഷയത്തിൽ ADM ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ പാമ്പിനെ കണ്ടെത്തി. ഡ്രൈവറുടെ സീറ്റിന് സമീപത്തായിരുന്നു പാമ്പ്. സർവീസ് അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി പരിശോധിക്കുമ്പോഴാണ് ഡ്രൈവറുടെ ശ്രദ്ധയിൽ പാമ്പ് പെട്ടത്. സ്റ്റിയറിംഗിന് താഴെയുള്ള ഭാഗത്തു നിന്ന് പാമ്പ് പെട്ടെന്ന് പുറത്തേക്ക് വരികയായിരുന്നു. തുടർന്ന് ബസ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പാമ്പിനെ പുറത്താക്കിയത്.